ചേട്ടനെ പോലെ എപ്പോഴും കൂടെയുള്ള ആളാണ്. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് വിളിക്കാനും അഡ്വൈസ് ചോദിക്കാനും പറ്റുന്ന ആളാണ്. ചേട്ടനെ കണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ചേട്ടൻ എങ്ങനെ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നതും സോ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എൻ്റെ ഗെയിമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, ജനിക്കുന്നതിന് മുമ്പ് പ്ലാനിങ് ആയിരുന്നു ക്രിക്കറ്റർ ആക്കണം എന്നുള്ളത്. അച്ഛൻ്റെ ചെറുപ്പത്തിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആവാൻ പറ്റാതെ അച്ഛൻ അങ്ങനെ മേലോട്ട് കളിക്കാൻ പറ്റി. എന്നോട് പറഞ്ഞു, നീ കളിച്ചാൽ മതി, ക്രിക്കറ്റ് കളിച്ചാൽ മതി, ബാക്കി എന്തുണ്ടെങ്കിലും നോക്കിക്കോളാം, നീ നന്നായി ക്രിക്കറ്റ് കളിക്കുക, അത് തന്നെയാണ് നീ കൊണ്ടുപോകുന്നത്, നീ പഠിച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. കേരള രഞ്ജി പ്ലെയർ രോഹൻ കുന്നുമേലാണ് ഉള്ളത്. രോഹൻ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? എനിക്ക് കണ്ടതിൽ അതിയായ സന്തോഷം. ടി വിയിലൊക്കെ കളിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എങ്കിലും സന്തോഷം. കുറച്ച് പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ഞാൻ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു രാവിലത്തെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ? നന്നായിരുന്നു. നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ പെരിന്തൽമണ്ണയിൽ ജോളി റോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വിക്കറ്റ്സും ഒരുപാട് ബോളേഴ്സും. ആസ് എ ബാറ്റ്സ്മാൻ നമുക്ക് അതാണ് വേണ്ടത്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നല്ല വിക്കറ്റ്സും ബോളേഴ്സാണ് വേണ്ടത്. സോ ഉഗ്രനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എൻജോയ്ഡ് ഇറ്റ്. വർഷത്തിൽ ഒന്നാണ് ഇവിടെ വരിക അല്ലേ? ഇതിപ്പോ ആറാറിന്റെ ഭാഗമായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ആറാറിന്റെ ഭാഗം. ആറാറ് ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണ ഇവിടെ സ്റ്റേഡിയത്തിൽ വരുന്നത്. ഐ മീൻ കേരളത്തിൽ പോലും ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ് തോന്നുന്നത് ആറാറിന്. സോ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. സഞ്ജുബായും പിന്നെ ആറാറിന്റെ കോച്ചും കാര്യങ്ങളൊക്കെ. സോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ നമുക്ക് ആസ് എ യങ്സ്റ്റർ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. സഞ്ജുവിന്റെ ഒപ്പം ആദ്യമായിട്ടാണ് ഈ ഇവിടെ ആറാറിന്റെ കൂടെ ആദ്യമായിട്ടാണ്. നമ്മൾ സഞ്ജുബായുടെ കൂടെ രഞ്ജി ട്രോഫിയും കേരള ടീമിനോട് കളിക്കാറുണ്ട്. പക്ഷെ ആറാറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്? നിലവിൽ എപ്പോഴും പിന്നെ ചേട്ടനെ പോലെ എപ്പോഴും കൂടെയുള്ള ആളാണ്. ഇന്നും ഇവിടെ ഈ ഒരു ദിവസത്തിൽ മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് വിളിക്കാനും അഡ്വൈസ് ചോദിക്കാനും പറ്റുന്ന ആളാണ്. സോ റോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവത്തെ പോലാണ് സഞ്ജുവിനെ കാണുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഞാൻ ഈ കളിച്ച് വരുന്ന സമയമുണ്ട്, അതായത് രഞ്ജി ട്രോഫി സ്റ്റാർട്ടിങ് ആ സമയത്തൊക്കെ ചേട്ടനെ കണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ചേട്ടൻ എങ്ങനെ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നതും സോ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എൻ്റെ ഗെയിമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഒരു ഗോഡ്ലി ഫിഗർ തന്നെയാണ് എപ്പോഴും. നമ്മൾ അങ്ങനെ നോക്കിക്കാണല്ലോ, നമ്മൾ കാണുമ്പോൾ എപ്പോഴും അറിയാണ്ട് എണീറ്റൊന്നു ആ ഒരു ബഹുമാനം എപ്പോഴും ഉണ്ടാവും. സോ ഞാൻ റോഹനെ പറ്റി കേട്ടിട്ടുള്ള ഒരു കാര്യം, റോഹന്റെ രക്തത്തിലാണ് ക്രിക്കറ്റ്. സാധാരണ അങ്ങനെ ആരുടെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതെങ്ങനെയാണ് റോഹൻ അങ്ങനെ ഒരു ടാഗ് ലൈൻ വരാൻ കാരണം എങ്ങനെയാണ്? അങ്ങനെ എല്ലാവരും പറയാറുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്താ പറയുക, ആസ് എ ക്രിക്കറ്റർ നമുക്ക് എല്ലാവർക്കും, ഞാനല്ല ഏത് പ്ലെയർ ആയപ്പോലും നമ്മുടെ പ്രൊഫഷൻ ഇതാണ്. സോ ആ ഒരു പാഷൻ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഈ ഗെയിമിൽ സർവൈവ് ചെയ്യാനും ഗെയിമിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. സോ ആസ് എ പ്ലെയർ എല്ലാവർക്കും അത് ഉണ്ടാവണം. പിന്നെ ചെറുപ്പം തൊട്ട് കളിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. സോ ആ ഒരു ചെറുപ്പം തൊട്ടേ അത് കണ്ട് ശീലമുള്ളത് കൊണ്ട് ആ ഒരു പാഷൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ കണ്ട സ്വപ്നമായിരുന്നു മകൻ അല്ലെങ്കിൽ മകള് വരുന്നതിന് മുമ്പ് തന്നെ ആള് സ്വപ്നം കണ്ടു ഇനി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അച്ഛന്റെ സപ്പോർട്ട് ലൈഫിലും കളിയിലും ഒക്കെ എത്രത്തോളം ഉണ്ട്? ഒരുപാടുണ്ട്. അച്ഛൻ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, ജനിക്കുന്നതിന് മുമ്പ് പ്ലാനിങ് ആയിരുന്നു ക്രിക്കറ്റർ ആക്കണം എന്നുള്ളത്. സോ അച്ഛൻ്റെ ചെറുപ്പത്തിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആവാൻ പറ്റാതെ അച്ഛൻ അങ്ങനെ മേലോട്ട് കളിക്കാൻ പറ്റിയില്ല. സോ മകൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ കളിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ എന്നോട് പറഞ്ഞു, നീ കളിച്ചാൽ മതി, ക്രിക്കറ്റ് കളിച്ചാൽ മതി, ബാക്കി എന്തുണ്ടെങ്കിലും നോക്കിക്കോളാം, നീ നന്നായി ക്രിക്കറ്റ് കളിക്കുക, അത് തന്നെയാണ് നീ കൊണ്ടുപോകുന്നത്, നീ പഠിച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല, നീ ക്രിക്കറ്റ് നന്നായി കളിച്ചാൽ മതി. അപ്പോൾ ആ ഒരു വിഷൻ നമുക്ക് ചെറുപ്പം തൊട്ടേ തന്നു, ഞാനിതാണ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ഡ്രീമൊക്കെ സെറ്റ് ചെയ്ത് ആസ് എ ക്രിക്കറ്റർ ആർക്കായാലും ഇന്ത്യ കളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും, ഇന്ത്യ കളിക്കാനുള്ള ഡ്രീം സെറ്റ് ചെയ്ത് ആ ഒരു എന്താ പറയുക പാത്തൊക്കെ കാണിച്ചു തന്ന അച്ഛൻ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് റണ്ണടിച്ചാലും ഇല്ലേലും അച്ഛൻ എന്നോട് സംസാരിക്കുന്ന രീതിയൊക്കെ ഒരേപോലെ ആയിരിക്കും. ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഇതിലേ സംസാരിക്കുള്ളൂ. സോ അതൊക്കെ നമ്മളെ എന്താ പറയുക ആസ് എ ക്രിക്കറ്റർ അത് ഭയങ്കര അത്യാവശ്യമാണ്. നമ്മൾ മെൻ്റലി താഴ്ന്നു നിൽക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടാവും, എപ്പോഴും സക്സസ് ആയിരിക്കില്ല. ആ സമയത്തൊക്കെ ആ ഒരു സപ്പോർട്ട്, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, അച്ഛനായാലും അമ്മയായാലും ചാച്ചൻ എല്ലാവരും ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. അതൊരു തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛൻ മോന് വേണ്ടിയിട്ട് വീടിന്റെ പരിസരത്ത് തന്നെ ഒരു കോട്ടൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ നെറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ നെറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ അത് മാറ്റി, പിന്നെ ഇപ്പൊ വീടിന്റെ വരാന്തയിൽ തന്നെയാണ് നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അവിടുന്ന് അച്ഛൻ എറിഞ്ഞ് തരും, അച്ഛൻ ഫീഡ് ചെയ്ത് തരും, അങ്ങനെ തന്നെയാണ് മോസ്റ്റ്ലി പ്രാക്ടീസ്. ഓക്കെ, അപ്പം ഇനി എന്താണ് നെക്സ്റ്റ് ലെവലിലേക്കുള്ളത്? അതാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളതാണ്, എന്നാലും കുറച്ച് ഡ്രീംസ് ഉണ്ടാവുമല്ലോ. എന്താണ് ഡ്രീംസ് കാര്യങ്ങളൊക്കെ? ഇന്ത്യക്ക് വേണ്ടി
വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. ഉം. സോ അതിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒന്നിലും ഒരു ഷുവറിറ്റി ഇല്ല. ഇതെൻ്റെ ഡ്രീമാണ്, നടക്കും ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ അതിന് വേണ്ടിയാണ് ഈ പ്രാക്ടീസും ഹാർഡ് വർക്കിംഗ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കേരളത്തിന് വേണ്ടി കപ്പടിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഇതോടെ കപ്പടിക്കുമോ? ഈ തവണ നമ്മൾ മാച്ചസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ രഞ്ജി ട്രോഫി ക്വാളിഫൈ ആയില്ല. പക്ഷേ ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. പക്ഷെ കുറച്ചുകൂടി ഇനിയും ബെറ്റർ ആക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് സീസൺ വരുമ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കപ്പ് കൊണ്ടുവരാൻ പറ്റുന്നതിന് വിശ്വാസം. പലപ്പോഴും സേവാങ്ങിന്റെ നോട് ഉപമിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അതിനോടുള്ള അഭിപ്രായം എന്താ? സേവാങ്ങിനോട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയൊന്നും ആയിട്ടില്ല, അത് എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ എന്താ പറയുക, ആ ഒരു ഗെയിമിനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യാൻ ആ സെൻസ് നമ്മൾ അങ്ങനെ കളിക്കാനുള്ള ആഗ്രഹം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള സാധനം. പിന്നെ എങ്ങനെയോ ആ ഒരു ഗെയിം സ്റ്റൈല് എൻ്റെതായിപ്പോയി. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലുണ്ട്, ആ ഒരു സ്റ്റൈൽ എൻ്റെതായിപ്പോയി. പക്ഷെ സേവാങ്ങിനോട് ഉപമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലെജൻഡാണ്, നമ്മൾ അടുത്തുപോലും ഇല്ല. സോ പക്ഷെ അതിനെ രണ്ട് രീതിയിൽ എടുക്കാം. പോസിറ്റീവ് വേയിലും എടുക്കാം, നെഗറ്റീവ് വേയിലും എടുക്കാം. ഞാൻ ഒരു വേയിലും എടുക്കുന്നില്ല. സേവാങ് എപ്പോഴും അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു വലിയ ഡ്രീമാണെന്ന് തോന്നുന്നു. സേവാങ്ങിനെയും സച്ചിൻ സാറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഇത് തന്നെ ഡ്രീം തന്നെയാണ്. അങ്ങനെ സംസാരിക്കാനിട്ടില്ല. അപ്പം സഞ്ജുഭായിൻ്റെ ശ്രീഭായിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ നടക്കുന്നു. എനിക്ക് തോന്നുന്നു സഞ്ജു, ശ്രീശാന്ത് ഒക്കെ തുടർന്ന് വന്ന പാതയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഈ കളീനെ സ്വാധീനിക്കുന്നുണ്ട്? അതെന്നാൽ അവരുടെ നമുക്ക് ഒരു സാധനം അച്ചീവ് ചെയ്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ടാവും. അത് നമ്മൾ എത്രത്തോളം അത് നമ്മൾ ലേൺ ചെയ്യുന്നുള്ള കാര്യം, അത് നമ്മുടെ ഗെയിമിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം. സോ ശ്രീഭായിക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്, സഞ്ജുഭായിക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. സോ അത് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് കളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആസ് എ പേഴ്സൺ ബെറ്റർ ആവും എന്നറിയാം. സോ അതിങ്ങനെ നമ്മൾ കണ്ട് പഠിച്ച് ഫോളോ ചെയ്ത് നമ്മുടെ ആ രീതിയിൽ ഫോളോ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഗെയിം ഇമ്പ്രൂവ് ആവും. ഓട്ടോമാറ്റിക് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരും. എന്നിരുന്നാലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. വളരെ ഷോർട്ട് ടൈം നമുക്കുള്ളൂ. ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചിട്ട് അവിടുന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ച സോറി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടനെ പോലെ എപ്പോഴും കൂടുതലുള്ള ആളാണ്. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് വിളിക്കാനും അഡ്വൈസ് ചോദിക്കാനും പറ്റുന്ന ആളാണ്. ചേട്ടനെ കണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ചേട്ടൻ എങ്ങനെ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നതും. സോ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എൻ്റെ ഗെയിമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, ജനിക്കുന്നതിന് മുമ്പ് പ്ലാനിങ് ആയിരുന്നു ക്രിക്കറ്റർ ആക്കണമെന്നുള്ളത്. അച്ഛൻ്റെ ചെറുപ്പത്തിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആവാൻ പറ്റാതെ അച്ഛൻ അങ്ങനെ മേലോട്ട് കളിക്കാൻ പറ്റി. എന്നോട് പറഞ്ഞു, നീ കളിച്ചാൽ മതി, ക്രിക്കറ്റ് കളിച്ചാൽ മതി, ബാക്കി എന്തുണ്ടെങ്കിലും നോക്കിക്കോളാം, നീ നന്നായി ക്രിക്കറ്റ് കളിക്കുക, അത് തന്നെയാണ് നീ കൊണ്ടുപോകുന്നത്, നീ പഠിച്ചില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല.